30 വർഷത്തെ സേവന പാരമ്പര്യവുമായി നമ്മുടെ സ്വന്തം ജയലക്ഷ്മി പഴയന്നൂരിൽ നമുക്കാവശ്യമുള്ള സ്റ്റീൽ ഫർണിച്ചറുകൾ, വുഡൻ ഫർണിച്ചറുകൾ, ബെഡുകൾ, ഹോം അപ്ലയൻസസ്, സ്പോർട്സ് ഗുഡ്സ്, ബേബി ഐറ്റംസ് മുതലായവ ഏറ്റവും നല്ല ഗുണമേന്മയിൽ ഏറ്റവും പുതിയ വെറൈറ്റി മോഡലുകളോടുകൂടി നമ്മുടെ സ്വന്തം ജയലക്ഷ്മിയിൽ ലഭിക്കുന്നു. ജയലക്ഷ്മി ഫർണിച്ചർ, ഹോം അപ്ലയൻസസ് ആൻഡ് സ്പോർട്സ് ഗുഡ്സ്, മെയിൻ റോഡ്, പഴയന്നൂർ. സംസ്ഥാന ശ്രദ്ധ നേടി ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ENT വിഭാഗം. കഴിഞ്ഞ 8 മാസത്തിനുള്ളിൽ 272 സങ്കീർണമായ ശസ്ത്രക്രിയകളാണ് ഇവിടെ സൗജന്യമായി പൂർത്തിയാക്കിയത്. ചികിത്സാ മികവിന്റെ കാര്യത്തിൽ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ENT വിഭാഗം സംസ്ഥാനാടിസ്ഥാനത്തിൽ ശ്രദ്ധ നേടുകയാണ്. കഴിഞ്ഞ 8 മാസത്തിനുള്ളിൽ 272 സങ്കീർണമായ ശസ്ത്രക്രിയകളാണ് ഇവിടെ വിജയകരമായി പൂർത്തിയാക്കിയത്. സംസ്ഥാനത്തെ താലൂക്ക് ആശുപത്രികളിൽ ഏറ്റവും കൂടുതൽ ENT ശസ്ത്രക്രിയകൾ നടക്കുന്ന സർക്കാർ ആശുപത്രിയായി ഒറ്റപ്പാലം മാറിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പുതിയ കെട്ടിടവും അത്യാധുനിക അനുബന്ധ സംവിധാനങ്ങളും വന്നതോടെ നൂറുകണക്കിന് രോഗികളാണ് നിത്യേന ഇവിടെ ചികിത്സ തേടിയെത്തുന്നത്. സ്വകാര്യ ആശുപത്രികളിൽ വലിയ ചികിത്സാ ചെലവ് വരുന്ന അഡിനോയിഡ് ശസ്ത്രക്രിയ, മൂക്കിന്റെ പാലത്തിന്റെ വളവിനുള്ള ശസ്ത്രക്രിയ, ചെവിയുടെ പാടയ്ക്കുണ്ടാകുന്ന തകരാറുകൾക്കുള്ള ശസ്ത്രക്രിയ, ചെവിക്കുള്ളിലെ അണുബാധയ്ക്കുള്ള ശസ്ത്രക്രിയ എന്നിവയുൾപ്പെടെ 12ഓളം ENT സംബന്ധമായ ശസ്ത്രക്രിയകളാണ് ഇവിടെ സൗജന്യമായി നടത്തുന്നത്. ഇവിടെ ഇപ്പോൾ ENT ആയിട്ട് വർക്ക് ചെയ്യാണ്. മിസ് മാഡം ഇവിടെ ENT ജൂനിയർ കൺസൾട്ടന്റ് ആയിട്ടുള്ളതാണ്. പിന്നെ ഡോക്ടർ വിനോദ് ഉണ്ട്, നമ്മളിവിടെ സർജറി ചെയ്യാൻ വരുന്നുണ്ട്, നേരത്തെയുള്ള ഡോക്ടറാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഇവിടെ ഒരുമിച്ച് ടീമായിട്ട് എല്ലാ വക സർജറീസും ENTയുടെ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് നമുക്ക് മൂക്കിന്റെ ദശ, കുട്ടികൾക്ക് ഉണ്ടാവണം മൂക്കിന്റെ ദശ, അത് കാരണം ചെവിയിൽ ഉണ്ടാവണം പഴുപ്പ്, ശ്വാസം കിട്ടായിക, കൂർക്കം വലി, ഇതൊക്കെ മാറുന്ന അഡിനോയിഡക്ടമി ചെയ്യുന്നുണ്ട്. പിന്നെ തൊണ്ടയിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇൻഫെക്ഷൻ മാറുന്നതായിട്ട് ടോൺസിലെക്ടമി അത് ചെയ്യുന്നുണ്ട്. ചെവിയുടെ പാടയിൽ ഉണ്ടാവുന്ന ദ്വാരം അത് കറക്റ്റ് ആക്കാനുള്ളത് ടിമ്പാനോപ്ലാസ്റ്റി, അതുകൂടാണ്ട് ചെവിയുടെ ബാക്കിലത്തെ എല്ലിൽ ഉണ്ടാവുന്ന പഴുപ്പ് നീക്കം ചെയ്യുന്ന മാസ്റ്റോയിഡക്ടമി ഇത് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ മൂക്കിന്റെ ദശ നീക്കം ചെയ്യാനുള്ള സർജറീസ്, മൂക്കിന്റെ പാലത്തിന്റെ വളവ്, അത് കാരണം ഉണ്ടാവുന്ന കൂർക്കം വലി, അത് കറക്ഷൻ, അതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ കഴലകളുടെ നീക്കം വരിക, അത് കാരണം ബുദ്ധിമുട്ടുണ്ടാവണമൊക്കെ. പിന്നെ നമുക്കിപ്പോൾ ഇനി എല്ലാ ഇൻസ്ട്രുമെന്റ്സും ഇപ്പോൾ ഇവിടെ ഉണ്ട്. പിന്നെ കുറച്ച് ഇതും കൂടെ രക്തം വരാണ്ട് അഡിനോയിഡിന്റെ സർജറി ചെയ്യുന്ന കോബ്ലേറ്റർ എന്ന് പറഞ്ഞ പുതിയ സാങ്കേതിക വിദ്യ ഉണ്ട്. ആ മെഷീൻ ഇപ്പോൾ സുപ്രീം സാർ നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട്. അത് ഉടനെ വന്നു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ രക്തം ഒട്ടും ഇല്ലാണ്ട് തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് എൻഡോസ്കോപ്പിക്കലി ചെയ്യാവുന്ന സർജറിയുടെ ഉപകരണം ഉടനെ വരുന്നതാണ്. അപ്പോൾ ഇതെല്ലാ സേവനങ്ങളും നമ്മുടെ ഇവിടെ ചെയ്യുന്നുണ്ട്. അതിനെല്ലാം സപ്പോർട്ടും നമ്മുടെ സുപ്രീം സാർ ഉണ്ട്. പിന്നെ എല്ലാ സ്റ്റാഫുകളെയും സപ്പോർട്ടാണ്. ഇതുവരെ നമ്മൾ 8 മാസത്തിനുള്ളിൽ ഏകദേശം 272 മേജർ സർജറി ചെയ്തിട്ടുണ്ട്. അനസ്തീഷ്യ സപ്പോർട്ട് നമുക്ക് ഫുള്ളായിട്ടുണ്ട് ഈ സർജറീസ് ചെയ്യുമ്പോൾ. പിന്നെ ചെറിയ മൈനർ പ്രൊസീജിയേഴ്സ് അതല്ലാണ്ട് ഇഷ്ടംപോലെ ഇതിന്റെ കൂടെ തന്നെ. ജില്ലയിലെ സർക്കാർ മേഖലയിൽ ഏറ്റവും കൂടുതൽ ENT ശസ്ത്രക്രിയകൾ നടക്കുന്ന ആശുപത്രിയും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയാണ്. പട്ടാമ്പി ഉൾപ്പെടെയുള്ള സമീപ താലൂക്കുകളിൽ നിന്നും നിരവധി രോഗികൾ ചികിത്സയ്ക്കായി ഒറ്റപ്പാലത്തേക്ക് എത്തുന്നുണ്ട്. എൻഡോസ്കോപ്പി ഉൾപ്പെടെയുള്ള സാങ്കേതിക സൗകര്യങ്ങളെല്ലാം ENT വിഭാഗത്തിലുണ്ട്. ഡോക്ടർ ലിസിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ സുരാജ് സുരേന്ദ്രൻ, ഡോക്ടർ വിനോദ് എന്നിവരാണ് ശസ്ത്രക്രിയകൾക്ക് നേതൃത്വം നൽകുന്നത്. സാങ്കേതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് ENT വിഭാഗത്തിൽ കൂടുതൽ രോഗികൾക്ക് ചികിത്സ ഉറപ്പാക്കാനുള്ള നടപടികൾ തുടങ്ങിയതായി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിജിൻ ജോൺ ആളൂർ അറിയിച്ചു. നമ്മുടെ ഒറ്റപ്പാലം താലൂക്ക് ആസ്ഥാന ആശുപത്രിയിലെ എല്ലാ വിഭാഗം ചികിത്സയും നിലവിൽ ലഭ്യമാണ്. നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റും വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത്യാധുനികമായ എല്ലാ ടെസ്റ്റുകളും അതുപോലെ റേഡിയോളജി, ഇമേജിംഗ് സർവീസസും ലാബ് സൗകര്യങ്ങളൊക്കെ നമ്മുടെ ആശുപത്രിയിൽ ലഭ്യമാണ്. നമ്മുടെ ENT ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും അധികമായിട്ട് എടുത്തു പറയേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റാണ്. ജില്ലയിൽ എന്നല്ല സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ENT ആയിട്ട്, അതായത് നമ്മുടെ ഇയർ, നോസ്, ത്രോട്ട്, അതായത് നമ്മുടെ ചെവിട്, മൂക്ക്, തൊണ്ട മുതലായ ഭാഗങ്ങളുടെ അസുഖങ്ങൾക്കുള്ള ഓപ്പറേഷനുകൾ നടക്കുന്ന ഒരു താലൂക്ക് ആശുപത്രിയാണ് നമ്മുടെ ഒറ്റപ്പാലം താലൂക്ക് ആസ്ഥാന ആശുപത്രി. പൊതുവെ നമ്മുടെ താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ ഇത്രയും വിദഗ്ധമായ അതിനൂതനമായ സൗകര്യം വേണ്ട ENT സർജറീസ് നടക്കാറില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി നടത്തുന്നത്. നമുക്കിവിടെ ജൂനിയർ കൺസൾട്ടന്റ് ആയിട്ട് ഡോക്ടർ ലിസ് ഉണ്ട്. അതുപോലെ തന്നെ കൺസൾട്ടിങ് നമ്മുടെ സർജന്മാരായിട്ട് ENT സർജന്മാരായിട്ട് ഡോക്ടർ സുരാജ് ഉണ്ട്. അതുപോലെ ഡോക്ടർ വിനോദ് ഉണ്ട്. ഈ 3 സർജന്മാരുടെ നേതൃത്വത്തിലാണ് നമ്മുടെ ആശുപത്രിയിലെ ENT സർജറീസ് നടക്കുന്നത്. നമ്മൾ തൊണ്ട സംബന്ധിച്ച് അഡിനോയിഡ് പ്രശ്നമാണെങ്കിലും, അതുപോലെ തന്നെ ടോൺസിലിന്റെ പ്രശ്നമാണെങ്കിലും, മൂക്കിന്റെ പാലത്തിനുള്ള വളവിന്റെ പ്രശ്നമാണെങ്കിലും, അങ്ങനെയുള്ള എല്ലാ ENT സംബന്ധിച്ച
ചികിത്സയും നമ്മുടെ ആശുപത്രിയിൽ നിലവിൽ ലഭ്യമാണ്. ഇതുകൂടാതെ തന്നെ സെസ് എന്ന് പറഞ്ഞ, അതായത് നമ്മുടെ എൻഡോസ്കോപ്പി സർജറി, നമ്മുടെ മൂക്കിന്റെ ഉള്ളിലെല്ലാം ദശ വളരുന്നു, അതുപോലെ തന്നെ സൈനസിന്റെ സർജറീസ്, ഇതെല്ലാം നമ്മുടെ ആശുപത്രിയിൽ നടക്കുന്നുണ്ട്. ഇതിലൊക്കെ കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടുത്താനായിട്ട് നമ്മുടെ ENT സർജന്മാരായ ഡോക്ടർ ലിസും ഡോക്ടർ സുരാജും നമ്മുടെ കൂടെയുണ്ട്. ഏതെങ്കിലും നമ്മുടെ ജനങ്ങൾക്ക് ആവശ്യമായ ENT സംബന്ധിച്ച ആവശ്യങ്ങൾക്ക് ഏത് സമയത്തും നമ്മുടെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയെ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക് CCV.